നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയത് ചിത്ത്, ബ്രഹ്മം, ആത്മ, പരമാത്മ, ബോധം, കോൺഷ്യസ്നസ്, അവയർനെസ്, റിയാലിറ്റി, എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. അതിന് പേരില്ല. പേരില്ലാത്തത് കൊണ്ട് യു ആർ ഫ്രീ ടു ഗിവ് എനി നെയിം ടു ഇറ്റ്. എന്ത് പേര് പറഞ്ഞാലും അതെല്ലാം യോജിക്കും. എന്തുകൊണ്ടെന്നോ, എല്ലാം ആയിരിക്കുന്നത് അതാണ്. പേരില്ലാത്തവനെ ഏത് പേര് പറഞ്ഞും വിളിക്കാം. അതുകൊണ്ടാണ് വിഷ്ണുവിന് 1000 നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ബിക്കോസ് ഹീ ഈസ് നെയിംലെസ്. ഒരു പ്രത്യേക പേരുണ്ടെങ്കിൽ മാത്രമേ ആ പേര് പറഞ്ഞാലേ അയാൾ വിളി കേൾക്കൂ. ഈശ്വരനെ ഏത് പേരും പറഞ്ഞ് വിളിക്കാം, കാരണം അദ്ദേഹത്തിന് പേരില്ല. ഈ പേരുകളെ ചൊല്ലിയാണ് മതങ്ങൾ തമ്മിൽ തല്ലുന്നത്, തമ്മിൽ അടിക്കുന്നത് പേരിനെ, അതുപോലെ രൂപത്തെ. ഈ നാമരൂപങ്ങളെ ചൊല്ലിയാണ് എന്നും പ്രശ്നം ഈ ലോകത്ത്. നാമരൂപരഹിതമായ സത്യത്തെ ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒന്നും പിടികിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനെ ചൊല്ലി ആരും തർക്കിക്കാറില്ല. അടി മുഴുവൻ മായയുടെ ഉള്ളിലാണ്. നാമരൂപങ്ങളെ ചൊല്ലിയാണ് സകല കലഹങ്ങളും. ചിന്മാത്ര സത്താ സാമാന്യ ധൃതേ അന്യത് നാത്മ തദ്വിതാം. ശുദ്ധമായ ചിത്ത് അല്ലെങ്കിൽ ആത്മാവ്, ബോധം, ബ്രഹ്മം, സത്യം, ഉണ്മൈ, എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. അതല്ലാതെ ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ വേറൊന്നുമില്ല. ഒരു ജ്ഞാനി ആ ഏകമായ സത്യത്തെ മാത്രമേ സർവദിക്കിലും കാണുന്നുള്ളൂ. ദൃശ്യ അത്യന്ത അഭാവബോധേ. ദൃശ്യം ദ്രഷ്ടാവിൻ്റെ മുമ്പിൽ അനുഭവപ്പെടുന്നതാണ് ദൃശ്യം. ദൃക്ക്, ദൃശ്യം, ഈ 2 വാക്ക് നല്ലപോലെ ഓർമ്മിച്ചിരിക്കുക. ദൃക്ക് എല്ലായിടത്തും ആത്മാവാണ്, ദൃശ്യം എല്ലായിടത്തും കള്ളവുമാണ്. കാണുന്നവനാണ് സത്യം, കാണപ്പെടുന്നത് കള്ളം. കാണുന്നവൻ തന്നെ അറിയാതിരിക്കുമ്പോൾ കാഴ്ചയെ ഉണ്ടെന്ന് കരുതുന്നു, അല്ലെങ്കിൽ കാഴ്ചയെ സത്യമെന്ന് കരുതുന്നു. തന്നെ അറിഞ്ഞാൽ ദൃശ്യമില്ല, അത് തൻ്റെ ഒരു ഭ്രമമോ മായയോ മാത്രമാണ്. അത് വാസ്തവത്തിലില്ല എന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ സത്യത്തെ കണ്ടവർ ലോകത്തിൽ നിന്നും വിട്ടുനിൽക്കും. അവരൊരിക്കലും പേരിനും പ്രസിദ്ധിക്കും വേണ്ടി ഒന്നും ചെയ്യാറില്ല. തന്നെ അറിന്തവർ തന്നെ മറൈപ്പർ, തന്നെ അറിയാതവർ തന്നെ കാട്ടുവർ. കൈവല്യ നവനീതത്തിലുള്ള ഒരു ലൈനാണ്. തന്നെ അറിന്തവർ തന്നെ മറൈപ്പർ, തന്നെ അറിയാതവർ തന്നെ കാട്ടുവർ. അതായത് തന്നെ അറിയാത്തവൻ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കും എപ്പോഴും. ഞാൻ കേമനാണ്, വലിയ ആളാണ്, 4 പേര് എന്നെ ആദരിക്കണം, ബഹുമാനിക്കണം, എനിക്ക് എന്താ പറയുന്നത്, പൊന്നാട ചാർത്തണം. നിനക്ക് പൊന്നാട ചാർത്തിയാലും ഇല്ലെങ്കിലും യു ആർ എ ഡോങ്കി. നീ കഴുതാൻ ഉനക്ക് പൊന്നാട പോത്തിനാലും എന്ന് പറഞ്ഞാൽ പൊന്നാട നിനക്ക് ചാർത്തി തന്നാലും നീ കഴുതയല്ല, കഴുതയ്ക്ക് പൊന്നാട ചാർത്തുന്നു, അത്രയേ ഉള്ളൂ. അപ്പം അതിന് പേരും പ്രശസ്തിയുമൊക്കെ നമ്മെ തേടി വരണം. നമ്മൾ ഈ പേരും പ്രശസ്തിയും തേടി പോരുത്. അങ്ങനെ പോകുന്നവന് അത് കിട്ടില്ല. ഇഫ് യു ആർ ആഫ്റ്റർ സംതിങ് you will not attain it. If you ignore or if you are not paying any attention to it, that will automatically come to you. ഇതാണ് നിയമം. പണമാനാലും അപ്പിടിത്താൻ സാർ. നിങ്ങൾ പണത്തിൻ്റെ പുറകെ, ധനത്തിൻ്റെ പുറകെ വെച്ച് പിടിച്ചാൽ പൈസ നിങ്ങൾക്ക് കിട്ടത്തില്ല. പൈസയിലുള്ള സംഘത്തെ ഉപേക്ഷിച്ചാൽ, പൈസ വേണമെന്നുള്ള ആ ക്രേവിങ് അതിനെ വിട്ടാൽ പൈസ എവിടുന്നോ വന്നു ചേരും. ഇതാണ് മായയ്ക്കകത്തുള്ള നിയമം. ഇത് പറഞ്ഞത് സ്വാമി രാമതീർത്ഥനാണ്. സ്വാമി രാമതീർത്ഥനാണ് ഇത് പറഞ്ഞത്. ഇഫ് യു ഗിവ് അപ്പ് ദ ക്രേവിങ്, എവറിത്തിങ് വിൽ കം ടു യു.
If you run after something, it will give always a slip to you. உங்களை ஏமாத்திட்டு போயிடும். எதுக்காவது பின்னாடி போனானா அது உம்ம கைக்கு வராது, கையில் சிக்காமல் அதுவே அதை நாம் അടയ முடியாதுன்னு അർത്ഥം. അതിനെ നമുക്കൊരിക്കലും നേടാൻ പറ്റില്ല. ഇതാണ് മായയ്ക്കകത്തുള്ള നിയമം. പക്ഷേ ആത്മാവിൽ ഈ നിയമം ബാധകമല്ല. അത് ആത്മാവിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ. മായയ്ക്കുള്ളതാണ് എന്ത് റൂൾ? You have to search for the truth. You have to run after the truth. സത്യത്തിൻ്റെ പുറകെ ഓടി അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടൂ. ഇപ്പോൾ ഓടി അതിനെ നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നാമായിരിക്കുന്നത് കൊണ്ട് ഓടേണ്ട കാര്യം പോലുമില്ല. അത് ഞാനാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്ന സത്യത്തെ എവിടെ ഓടി നിങ്ങൾ കണ്ടുപിടിക്കാനാണ്? അതാണ് തമിഴ് സിദ്ധൻ പറഞ്ഞത്, ഓടി 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 ഉட்கலர்ந்த ஜோதியை நாடி 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 நாட்களும் கடந்து போய் வாடி 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 வாடிப்போன மாந்தர்கள் கோடி 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 கோടി എണ്ണിറந்த കോടിയെ. ഉட்കലർந்த ജ്യോതിയെ, ഉള്ളിൽ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ആ ജ്യോതിസിനെ അമ്പലങ്ങളൊക്കെ ഓടി നടന്ന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു. അത് പുറത്തുള്ള ഒന്നല്ലല്ലോ. പുറത്തും ഇല്ലേന്ന് ചോദിച്ചാൽ പുറത്തും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനാദ്യം കണ്ടെത്തേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ പുറമേ ദൈവമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അമ്പലങ്ങളിലും മറ്റ് തീർത്ഥക്ഷേത്രങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു. അവസാനം ഒന്നും കിട്ടുന്നില്ല. അവരുടെ മനസ്സ് വാടിപ്പോകുന്നു എന്നാണ്. വാടി 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 വാടിപ്പോന മാന്തർകൾ മാണ്ടുപോന വാടി 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 മാണ്ടുപോന മാന്തർകൾ കോടി 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 എണ്ണിറந்த കോടിയെ. അങ്ങനെ എത്ര കോടി ആളുകൾ പുറമേ ഈശ്വരനെ അന്വേഷിച്ച് ചത്തുപോയി എന്നുള്ളതിന് കണക്കില്ല. ന്യൂമറസ് ക്രോഴ്സ്, ഇന്യൂമറബിൾ ക്രോഴ്സ് have left the world. അപ്പോൾ അന്വേഷണം ഉള്ളിലേക്കാവണം. ഹൃദയത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ ആ ആത്മസത്യത്തെ കണ്ടെത്താൻ പറ്റൂ. ഹൃദയത്തിൽ ആ ആത്മതത്വം പ്രകാശിക്കുന്നതിനെ അനുഭവത്തിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പുറമേയും അത് മാത്രമേ ഉള്ളൂ എന്ന് സ്വയം മനസ്സിലാകും. ആദ്യമേ അന്വേഷണം പുറമേ വ്യാപിപ്പിച്ചാൽ അകത്തിരിക്കുന്നതിനെ കണ്ടെത്താൻ പറ്റില്ല. തത്ര ചിന്മാത്രമേവ വസ്തുവിധി കൽപ്പേ. ചിത്ത് മാത്രമേ ഉള്ളൂ, വാസ്തവത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഈശ്വര ദർശനം, ദൈവദർശനം. ദൈവത്തെ എവിടെയാണ് കാണേണ്ടത്? അവനവൻ്റെ ഹൃദയത്തിലാണ് കാണേണ്ടത്. ഹൃദയത്തിൽ കണ്ടാൽ എവിടെയും അത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാകും. പക്ഷെ ആദ്യം കാണേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. അവനവൻ്റെ ഉള്ളിൽ അതിനെ കണ്ടാൽ പിന്നെ കാണുന്ന ദിക്കിലെല്ലാം അത് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ആദ്യമേ പുറമേ കണ്ടൂടെ? അങ്ങനെ കാണാൻ പറ്റില്ല. പുറമേ കാണുന്നത് നാമരൂപങ്ങൾ മാത്രമാണ്. അനുഭവമാണ് ദൈവം. ഞാൻ എന്ന അനുഭവമായി ഉള്ളിൽ സദാ പ്രകാശിക്കുന്നതാണ് ദൈവമെന്ന് പറയുന്നത്. ആ അനുഭവസ്വരൂപമായ ദൈവത്തെ അവനവൻ്റെ ഹൃദയത്തിൽ കണ്ടെത്തിയിട്ട് പിന്നെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയിലൂടെ പുറമേ നോക്കുമ്പോൾ പുറത്തും ഇതുമാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അകത്ത് കണ്ടിട്ടാണ് പുറത്ത് കാണേണ്ടത്. പുറത്ത് കണ്ടിട്ട് അകത്ത് വരാമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. പുറത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവന് ഈ സത്യം ഒരിക്കലും കാണാൻ പറ്റില്ല, കിട്ടില്ല. കാരണം പുറമേ ഉള്ളത് മായയുടെ സൃഷ്ടിയാണ്, നാമരൂപങ്ങളാണ്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നാമരൂപരഹിതമായ സത്യത്തെ
ഒരാൾക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? അതുകൊണ്ട് ടേൺ ഇൻവേർഡ്സ്, സെർച്ച് വിത്തിൻ, സെർച്ച് വിത്തിൻ, ഉള്ളിലേക്ക് അന്വേഷിക്കുക. ഉള്ളിൽ ഒന്നും കാണാനില്ല, ഉള്ളിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. തായ്മാനവർ സ്വാമികളുടെ ആനന്ദക്കളിപ്പ് എന്നൊരു ചെറിയ ഇതുണ്ട്, ഒരു പാട്ട്, ഒരു ഗ്രന്ഥമല്ല, ഒരു കവിത. അരുളാൽ അരുളാലെ എതയും പാരൻറാൻ அந்த அருளையும் சுட்டி தானே அந்த அருளையும் சுட்டி என் அறிவாலே பார்த்தேன் இருளான பொருள் கண்டதல்லன் കണ്ട എന്നെയും കണ്ടിലേനേനടി തോഴി അരുളാലയവയും പാരൻറ. നന്ദവനത്തിൽ ഒരാണ്ടി അന്തമെട്ടിൽ എഴുതപ്പെട്ടത്. അരുൾ ഈശ്വരൻ്റെ കൃപയിലൂടെ കാണൂ, ഈശ്വര അനുഗ്രഹമാകുന്ന കണ്ണിലൂടെ കാണൂ. അപ്പോൾ ഉള്ളിൽ ഇരുട്ടുണ്ടാവില്ല. ഈശ്വര കൃപയില്ലാത്തവൻ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയാൽ കൂരിരുട്ട് മാത്രമേ ഉണ്ടാവൂ. ഭഗവാന്റെ കാരുണ്യം, കൃപ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ ഒരുവൻ ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ ആ സത്യത്തെ വ്യക്തമായി കാണാം. കണ്ട എന്നെയും കണ്ടിലേൻ, ആ ആത്മാവിനെ അനുഭവിച്ച ഒരു ഞാൻ അതില്ല, അത് മറഞ്ഞുപോയി. കണ്ട എന്നെയും ഞാൻ കണ്ടില്ല. നിങ്ങൾ ഈ തമിഴ് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം എന്നോട് പറയുന്നു. തമിഴിൽ നിന്ന് ഉണ്ടായതാണ് മലയാളം. കണ്ട എന്നെയും കണ്ടിലേൻ, ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു ഞാനിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഞാൻ പോലും ലയിച്ചു പോകുമ്പോഴാണ് ആത്മദർശനം കിട്ടുന്നത്. അപ്പം അവിടെ ജീവഭാവം ബാക്കിയുണ്ടാവില്ല. ആ ആത്മജ്ഞാനം നേടി, ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ പോലും ഒരു ഞാനില്ല. അതും മറഞ്ഞുപോയി, അപ്രത്യക്ഷമായി. ഏനടി തോഴി, ഏൻ ഇപ്പിടി നടന്നത്, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? ഞാൻ എൻ്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടി, എൻ്റെ അധിഷ്ഠാനം അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ അതിനെ കാണാൻ, അല്ലെങ്കിൽ അതിനെ അനുഭവിച്ച സാക്ഷാത്കരിച്ച ഒരു ഞാൻ അവിടെ ഇല്ല. ഏൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അതെവിടെ പോയി? അന്വേഷകൻ തന്നെ ഇല്ലാതായി. എപ്പോൾ? ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ. അതായത് ഞാനെന്ന ഭാവത്തിൻ്റെ ആധാരമായി വർത്തിക്കുന്നതാണ് താനെന്ന സത്യം. അതാണ് ദുർഗാനന്ദ സ്വാമി പറയുന്നത്, ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് നിൽക്കുക. ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും അദ്ദേഹം പറയാറില്ലേ? ഇപ്പം അത് തന്നെയല്ലേ മറ്റ് രീതിയിൽ പല പുസ്തകങ്ങളിലും പറയപ്പെട്ടിട്ടുള്ളത്? എന്താ വ്യത്യാസം? ഒരേ കാര്യം തന്നെ, ഡിഫറെൻ്റ് ഫോംസിൽ, പല സ്റ്റൈൽ, പല വാക്കുകളിലൂടെ, പല വീക്ഷണകോണുകളിലൂടെ ഒരേ സത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. കാര്യം പിടികിട്ടിയാൽ എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാവരും ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഈസിയായി മനസ്സിലാവും. ശങ്കരാചാര്യർ എന്ന് പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ വേറൊന്ന് പറയുന്നു, രമണ ഭഗവാൻ വേറെന്ന് പറയുന്നു, ശ്രീരാമകൃഷ്ണദേവൻ വേറെന്ന് പറയുന്നു, ഉപനിഷത്തിലെ ഋഷി മറ്റൊന്ന് പറയുന്നു. അങ്ങനെയില്ല, എല്ലാവരും ഒരേ കാര്യത്തെ തന്നെയാണ് പറയുന്നത്. അവരവരുടെ സ്റ്റൈലിൽ, അവരവരുടെ ശൈലിയിൽ, വാക്കുകളിൽ വ്യത്യാസമുണ്ടാവും, അവർ അവതരിപ്പിക്കുന്ന ഉദാഹരണങ്ങളിലും വ്യത്യാസമുണ്ടാവും. പക്ഷേ പറയപ്പെടുന്ന കാര്യം ഒന്ന് തന്നെ. ഇത് മനസ്സിലാക്കിയാൽ അത് പഠിക്കണം, ഇത് പഠിക്കണം, അവിടെ പോകണം, ആ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും പറയുന്നത് ഒന്നാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊന്നും കേൾക്കാനില്ല. ഒരുപാടൊന്നും വായിക്കാനില്ല, പഠിക്കാനില്ല, മനസ്സിലാക്കാനില്ല, ചിന്തിക്കാനുമില്ല, തീരുമാനിക്കാനുമില്ല. ഒന്ന് മാത്രം. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് ശാഖോപശാഖകളായി ഇങ്ങനെ പിരിഞ്ഞു പോകുന്നു, പടർന്ന് പന്തലിക്കുന്നു മനുഷ്യൻ്റെ മനസ്സ്. എന്തുകൊണ്ട്? മായയിൽ ഭ്രമിച്ചിരിക്കുന്നു. ഓരോ പുസ്തകത്തിൽ ഓരോ കാര്യം പറയപ്പെടുന്നു എന്നാണ് വിചാരിക്കുന്നത്.
ഏത് ഉപനിഷത്തോ ഏത് ഭഗവത്ഗീതയോ ബ്രഹ്മസൂത്ര ഭാഷ്യമോ അല്ലെങ്കിൽ ആരുടെ ഉപദേശങ്ങളോ എല്ലാവരും പറയുന്നത് ഒരു കാര്യമാണ്. ഈ പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത്. മറ്റുള്ളതെല്ലാം നല്ല പോലെ മനസ്സിലാവും. ഈ ക്രക്സ് ഓഫ് ദ മാറ്റർ വി മിസറബിളി മിസ്. ദ ക്രക്സ് ഓഫ് ദ മാറ്റർ, അന്തസ്സത്ത, ഒരു എന്താണ് അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്താണ് ഈ ആത്മതത്വം, അതെന്താണെന്ന് മാത്രം മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യാത്തവർ, കൊടുപ്പിനെ ഇല്ലാത്തവർ എന്ന് തമിഴിൽ പറയും. പുണ്യം പണ്ണാതവർ കൊടുപ്പിനെയില്ലേ. പുണ്യം ചെയ്തവർ മാത്രമേ ആത്മാവിനെ സാക്ഷാത്കരിക്കൂ. പഞ്ചദിശി എന്ന കൃതിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നതാണ്, ധർമ്മമേഘം എന്നാണ് പറയുന്നത് അദ്ദേഹം. ധർമ്മമേഘം, അതായത് നമ്മൾ എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം, ആ പുണ്യത്തിൻ്റെ ഫലമെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ മഴമേഘം പോലെ വർഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ആത്മജ്ഞാനം കിട്ടുന്നത് എന്നാണ്. ധർമ്മമേഘം മഴപോൽ പൊഴിയ വേണ്ടും. ധർമ്മമേഘം, എല്ലാ പുണ്യവും ഒത്തുചേർന്ന് പെരുമഴയായി പെയ്യുമ്പോൾ, പുണ്യത്തിൻ്റെ ആ പെരുമഴ സംഭവിക്കുമ്പോൾ ഒരാൾ ജ്ഞാനം നേടും. അതുവരെ സ്വർഗത്തിലും മറ്റ് ലോകങ്ങളിലുമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കും. അവർക്കൊന്നും ഈ സൗഭാഗ്യം കിട്ടില്ല, ജ്ഞാനം കിട്ടില്ല. ഉർവശിയുടെയും മേനകയുടെയും രംഭ തിലോത്തമ ഇവരുടെയൊക്കെ ഡാൻസും കണ്ട അവിടെ ഇരിക്കും. അല്ല, അതൊക്കെ പുണ്യത്തിൻ്റെ പ്രവൃത്തിയല്ലേ. സുഖം, സന്തോഷം എന്ന് പറയുന്നത് പുണ്യത്തിൻ്റെ എഫക്റ്റാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് അല്പാൽപമായ ആ പുണ്യത്തിൻ്റെ കൊച്ചു കൊച്ചംശങ്ങളാണ്. കുശിറ് ചൊല്ലുവാത്ത കുശിറ്. ഈ പുണ്യമെല്ലാം കൂടെ ചേർന്ന് ഒരേ സമയത്ത് ഒരു വലിയ കാർമേഘം പോലെ ഉരുണ്ടുകൂടി പെയ്ത് തീർക്കുമ്പോൾ അതാണ് ജ്ഞാനം. അപ്പോഴാണ് ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുന്നത് എന്നാണ് വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയിൽ പറയുന്നത്. അപ്പോൾ ചിത്ത് മാത്രമേ ഇവിടെ വാസ്തവത്തിലുള്ളൂ. വസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്തുണ്ടോ അതുമാത്രമാണ് വസ്തു. നമ്മൾ ഓബ്ജക്ട്സ്, സാധാരണ നമ്മൾ കാണുന്ന മേശ, കസേര, കല്ല്, മണ്ണ്, പദാർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വസ്തു എന്ന് പറയുന്നത്. വസ്തു എന്ന് പറഞ്ഞാൽ ദ റിയാലിറ്റി. எது உண்மையில் இருக்கோ அதுதான் வஸ்து. அந்த வஸ்துவினுடைய தன்மை வாஸ்தவம். വാസ്തവമാ ചൊല്ലേൻ സ്വാമി, ഉണ്മയാ ചൊല്ലേൻ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നു എന്നർത്ഥം. സത്യമാണ് ഞാൻ പറയുന്നത്. മലയാളത്തിലും വാസ്തവം എന്ന് പറയാറില്ലേ? അതിൽ വാസ്തവമൊന്നുമില്ല, ചുമ്മാ പറയാണ് അയാൾ. വാസ്തവത്തിന് നിരക്കാത്ത സംഗതി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ? സത്യം, വാസ്തവം, യാഥാർത്ഥ്യം, ഇതെല്ലാം ആത്മാവിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ്. അങ്ങനെ ചിത്ത് മാത്രമേ ഇവിടെ വാസ്തവത്തിലുള്ളൂ. സർവേശ്വരസ്യേവ, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഈശ്വരന് മാത്രമേ അറിയാവൂ. അല്ലെങ്കിൽ ആത്മാവിന് മാത്രമേ ഈ കാര്യം അറിയാവൂ. അപ്പോൾ ആ അറിവ് നേടിയ ഒരു മനുഷ്യൻ, അവൻ ഈശ്വരനല്ലാതെ മറ്റാരാകാൻ പറ്റും? ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുമ്പോൾ, കൃഷ്ണൻ എന്ന വ്യക്തിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. വ്യക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ട് എല്ലാം ഞാനാണ് എന്ന് അനുഭവിക്കാനോ സംസാരിക്കാനോ സാധ്യമല്ല. എന്തുകൊണ്ട്? സ്വാമി രാമതീർത്ഥൻ പറയും രാമ ഈസ് ഷൈനിങ് ഇൻ ദ സ്റ്റാർസ്, രാമ ഈസ് ഡാൻസിങ് ഇൻ ദ വേവ്സ് ഓഫ് ദ ഓഷൻ. there is nothing but Rama, everything is Rama. Rama came from yonder hills. I touched this and that. I doff my hat and off I am.
എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐ ഡോഫ് മൈ ഹാറ്റ് എന്ന് പറഞ്ഞ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ, ആ തൊപ്പി ഒന്നിങ്ങനെ ഇങ്ങനെ ചരിച്ചിങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടി അതിനെങ്ങനെ ആ തൊപ്പിയൊന്നും ഇങ്ങനെ പോലീസുകാരൊക്കെ ഈ ശവശരീരത്തിൻ്റെ ഈ തൊപ്പി ഇങ്ങനെ ഇല്ലേ, അതുപോലെ ഞാനിങ്ങനെ തൊപ്പി ഊരി നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം പറയുന്നു, ഞാനിതാ പോകുന്നു എന്നാണ് പറയുന്നത്. ഹിയർ ഓഫ് ആം അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ നോട്ട്ബുക്കിൽ സ്ക്രിബ്ലിംഗ് പാഡിൽ എഴുതി വെച്ചതാണ്, അല്ലാതെ പ്രസംഗിച്ചതൊന്നുമല്ല. രാമൻ മലയുടെ അങ്ങേ ചരിവിൽ നിന്ന് വന്നു, എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു, അതിലൊന്നും ഒരു കാര്യവുമില്ല. കുറേ പേർക്ക് സാന്ത്വനം നൽകാൻ കഴിഞ്ഞു, കുറേ പേരുടെ കണ്ണീര് തുടയ്ക്കാൻ കഴിഞ്ഞു. രാമൻ ഇതാ പോകുന്നു. അവരെക്കുറിച്ച് അത്രയേ ഉള്ളൂ. അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വലുതായിട്ട് വളരെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ അഹങ്കാരത്തോടൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ അല്പന്മാരാണ് പൊങ്ങച്ചവും പറഞ്ഞ് നടക്കുന്നത്. അല്പന്മാരാണ് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അത് അനുഭവിച്ചു, കണ്ടു, കേട്ടു, ചിരിച്ചു, കൊടുത്തു, വാങ്ങി. ഇതൊക്കെ അല്പന്മാരാണ്. ഞാൻ എന്നുള്ള ഭാവം ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോയവർക്ക് ഇങ്ങനെയുള്ള വിചാരമൊന്നുമില്ല. ഇങ്ങനെ ഒരാളേ ഇല്ല, ഇങ്ങനെ ഒരാളില്ല. അഹങ്കാരത്തിൻ്റെ വിജൃംഭണം. അഹങ്കാരം ആത്മാവിലെ ഒരു നിഴൽ മാത്രമാണ്. തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ നിഴലിനെ പരിഗണിക്കുകയേയില്ല. എൻ്റെ നിഴൽ എവിടെയൊക്കെ പതിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? என்னுடைய நிழல் எங்கெங்கே விழுகிறது அதை பார்க்க வேண்டிய தேவையில்லை, அதை பற்றி நினைக்க வேண்டிய தேவையே இல்லை. பிகாஸ் இட் ഈസ് മൈ ഷാഡോ, ദാറ്റ് ഈസ് നോട്ട് മീ. ഞാൻ നിഴലല്ല. എൻ്റെ നിഴൽ എന്നുള്ളത് ശരി, പക്ഷെ ആ നിഴൽ ഞാനല്ല. ശരീരത്തെ നിഴലായി കരുതുന്നവരാണ് ആത്മജ്ഞാനികൾ. അതെന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, അതിന് ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ലയോ, അതിന് ആളുകൾ പൂമാല അണിയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചെരുപ്പുമാലയാണോ അണിയിക്കുന്നത്, ഹി ഈസ് നോട്ട് ബോതേഡ്. ഇതൊക്കെ അഹങ്കാരം ഉള്ളവനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭ്രമിക്കുന്നത്. ഞാനിക്ക് ആ ഭ്രമമില്ല. ഞാൻ ശരീരമല്ല, ജീവനല്ല, പ്രാണനല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ഇവയുടെയൊക്കെ ഉള്ളിലുള്ള ഞാൻ ഭാവം, അതാണ് ജീവഭാവം, അഹങ്കാരം, അതും ഞാനല്ല. ആ ഞാൻ ഭാവത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന താൻ, ഇതല്ലേ ദുർഗാനന്ദ സ്വാമി പറയുന്നത്. ആ താൻ തന്നെയാണ് ആത്മാവ് എന്ന് അറിയണം, സാക്ഷാത്കരിക്കണം. അനുഭവത്തിലൂടെ ഈ സത്യം മനസ്സിലാക്കണം. ആദ്യം കേട്ടറിയൂ, പിന്നെ കണ്ടറിയൂ. കണ്ടറിയുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. കൊല്ലത്തൊരു സ്വാമിജിയുണ്ട്, നമ്മുടെ ബാലകൃഷ്ണൻ സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയും, കേട്ടു നനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ടറിയട്ടെ, നാട്ടിയിട്ടില്ല കോവിലിൽ ദൈവം, ഏട്ടിലിരിപ്പതുമില്ലപ്പോൾ. കേട്ട് നനച്ചിട്ട്, നനയ്ക്കുക എന്ന് പറഞ്ഞാൽ തമിഴാണ്. മലയാളത്തിൽ ഞാൻ പോലും നനച്ചില്ല എന്ന് പറയാറുണ്ട്. കേട്ട് ശ്രവണം, നനച്ചിട്ട് തിങ്കിങ്, അതിനെ തന്നെ മനനം ചെയ്ത് കേട്ട് നനച്ചിട്ട് ഇരുൾ മാറണം, അജ്ഞാനം നീങ്ങണം. കേട്ട് നനച്ചിട്ടിരുൾ മാറട്ടെ, കേട്ടറിവറ്റിട്ട് അറിയട്ടെ. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനെ ഒക്കെ തൂത്ത് കളഞ്ഞ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അനുഭവം, ആ അനുഭവത്തിലേക്ക് വരൂ. അപ്പോൾ സകല സംശയങ്ങളും തീരും ഈ ആത്മാവിനെ കുറിച്ചുള്ള. അതെന്താണ്? ഞാൻ ആത്മാവാണ്, സകലതും ആത്മാവാണ് എന്ന് ഋഷി പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ്, അദ്ദേഹം എന്താണ് മീൻ ചെയ്യുന്നത്, അത് സ്വാനുഭവത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ പറ്റൂ. കേട്ട് നനച്ചിട്ട് ഇരുൾ മാറട്ടെ, അജ്ഞാനം നീങ്ങട്ടെ,
അതിനുശേഷം കേട്ടറിവ് അറ്റിട്ട് അറിയട്ടെ. കേട്ടറിവൊക്കെ പോട്ടെ, അത് ആനന്ദഘനമാണ്, അനന്തമാണ്, പ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമാണ്. ദേ ആർ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ അവർ ഇൻ്റലക്റ്റ്. ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ. നമുക്ക് വിവരങ്ങളുടെ കഷണങ്ങളല്ല വേണ്ടത്. വി വാണ്ട് ഇൻഫിനിറ്റ് നോളജ് ഓർ നോളജ് ഓഫ് ദ ഇൻഫിനിറ്റ്. നോളജ് ഓഫ് ദ ഇൻഫിനിറ്റ് ഇറ്റ്സെൽഫ് ഈസ് കാൾഡ് ഇൻഫിനിറ്റ് നോളജ്. അനന്തതയെക്കുറിച്ചുള്ള അറിവാണ് അനന്തമായ ജ്ഞാനം. ആ അറിവ് നേടാതെ ജീവിത ധന്യതയുണ്ടാവില്ല. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഈ ആത്മജ്ഞാനത്തിലൂടെ അല്ലാതെ നേടാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ കസർത്ത് വേണമെങ്കിലും കാണിച്ചോളൂ, തലകുത്തി നിന്നോളൂ, 24 മണിക്കൂറും പ്രാണായാമം ചെയ്തോളൂ, നിർവികൽപ്പ സമാധിയിലിരുന്നോളൂ, ഒന്നേ ഉള്ളൂ എന്നുള്ള ആ അറിവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കാതെ, ആ സത്യത്തെ അനുഭവത്തിലൂടെ അറിയാതെ നമ്മുടെ മനസ്സിന് ശാന്തിയോ സമാധാനമോ ലഭിക്കുകയില്ല. അതുകൊണ്ട് അതിനെ ലക്ഷ്യമായി അംഗീകരിക്കുക. മേക്ക് ഇറ്റ് ആസ് യുവർ സുപ്രീം ഗോൾ. ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം. മറ്റ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, കാറും ബംഗ്ലാവും പണവും പ്രശസ്തിയും ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇതൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായ വിരക്തി പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിരക്തി വരണ്ടേ അപ്പം അതിന്? എല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞാൽ വിടാൻ പറ്റണ്ടേ? റിനൗൺസ് എവരിതിങ്. മുടിയല്ലേ സാർ? എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം. അതുതാ ആശയം. ആന മുടിയല്ലേ സാർ? എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം, സകല സംഘങ്ങളെയും ഉള്ളിൽ നിന്ന് കളയണം, ഒന്നിലും ഒട്ടൽ പാടില്ല. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ അത് നേടും? എങ്ങനെ ആ നിസ്സംഗത നേടും? നമ്മുടെ മനസ്സതിന് തയ്യാറാവുന്നില്ല. അതായത് മനസ്സിൻ്റെ 1% മാത്രമേ നിസ്സംഗത വേണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. 99% പല വസ്തുക്കളും വേണമെന്ന് ആഗ്രഹിക്കുന്നു. Therefore we fail. 100% ഈ ആത്മാവ് മാത്രമേ എനിക്ക് വേണ്ടൂ, ലൗകികമായ ഒരു പൊട്ടോ പൊടിയോ പോലെ എനിക്ക് ആവശ്യമില്ല. തീരുമാനിക്കാമോ? ധൈര്യം വേണം. இதுதான் துணிச்சல்ங்கிறது, ധൈര്യം. ദിസ് ഈസ് കറേജ്. ബാക്കിയുള്ളതൊക്കെ ചുമ്മാ പറ്റിക്കാം. 150 പാമ്പുകളുടെ ഒപ്പം കഴിഞ്ഞു, പാമ്പ് വേലായത്. ഉള്ളിൽ 4500 വിഷപ്പാമ്പുകളുണ്ട്, ചിന്തകൾ, ആഗ്രഹങ്ങൾ. അതിൽ ഒരെണ്ണത്തെ പോലും വിടാൻ പറ്റുന്നില്ല ഇവന്. ഇവൻ പാമ്പിൻ്റെ കൂടെ കഴിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? അതാണോ ധൈര്യം? തമേവ ധീരോ വിജ്ഞായ അതിമൃത്യുമേതി. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. ധീരന്മാർ മാത്രമേ ഈ സത്യത്തെ കണ്ട് മരണത്തെ തരണം ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഭീരുക്കൾ, ഭയന്താങ്കൊള്ളികൾ. ഇങ്ങനെയൊക്കെ ഉച്ചത്തിൽ നിലവിളിച്ച എല്ലാം നേരെയാവുമോ? അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. വിളിക്കുക എൻ്റെ ധർമ്മം, കേൾക്കുക നിങ്ങളുടെ ധർമ്മം. ജ്ഞാനം ലഭിക്കുന്നത് ഈശ്വരകാരുണ്യം. ഈശ്വരകാരുണ്യം ഉണ്ടെങ്കിലേ ഈശ്വരജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കൂ. ഒരാൾ പറയുന്നു, കുറേ പേരിരുന്ന് കേൾക്കുന്നു, കുറച്ച് പേർക്ക് ഉറങ്ങാനെങ്കിലും കഴിയുന്നു, സുഖമായി ഉറങ്ങുന്നു. ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് ഒരാൾ ഇപ്പോൾ കംപ്ലൈൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ, അതായത് ഞാനെന്തോ മഹാപാപം ചെയ്തതുപോലെയും അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയതുപോലെയും. ഞാൻ ആരെയും നിങ്ങൾ വരണമെന്നോ വരണ്ടെന്നോ ഞാൻ പറയുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം.
ഇവിടെ രണ്ടുണ്ട് കാര്യമല്ല. ഇവിടെ വന്നാൽ എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഇവിടെ ലോസ് ഇല്ല. ഉണർന്നിരുന്നാൽ ഈ സത്യം നിങ്ങൾക്ക് കൂടുതൽ ഉറച്ചു കിട്ടും. ഉറങ്ങിപ്പോയാൽ സുഖം അനുഭവിക്കുകയും ചെയ്യാം. എന്തായാലും ലാഭമല്ലേ? എന്തായാലും ലാഭമാണല്ലോ, നഷ്ടമില്ലല്ലോ. അതെ, സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഒരേ സമയം പല ആൾക്കാരെ ഉറക്കാൻ പറ്റുന്നത് ഈ വേദാന്ത ശാസ്ത്രത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഉറങ്ങാനായിട്ടെങ്കിലും വരൂ. ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ എന്തെങ്കിലും ഒരു 4 വാക്ക് കേൾക്കുമല്ലോ, അല്പമെങ്കിലും, അത്രയെങ്കിലും ആയി. ഒന്നും കേൾക്കാതെ ചത്തുപോകുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ചത്തുപോകുന്നതല്ലേ നല്ലത്. സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല, സാരമില്ല, കേട്ടു എന്നുള്ള ഒരു ആശ്വാസം, ഒരു തൃപ്തി. അല്ല, അതുകൊണ്ട് മതിയോ? പോരാ, എന്നാലും കേൾക്കുകയെങ്കിലും ചെയ്തല്ലോ. അതെ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അങ്ങനെ ഒരു സമാധാനിക്കാം, നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈശ്വരൻ്റെ അനുഭവമാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ആത്മാവ് ഈശ്വരൻ വേറെയല്ല. അങ്ങനെ ഈശ്വരന് മാത്രം ലഭിക്കുന്ന അനുഭവമോ അറിവോ ആണ് ഈ ആത്മജ്ഞാനം. സർവത്ര സർവാർത്ഥ ക്രിയോപവത്തിരിത്യാഹ. സർവജ്ഞന് മാത്രമേ സർവശക്തനായി കഴിയാൻ പറ്റൂ. അതായത് ഓംനിസിയൻസ് ഇംപ്ലൈസ് ഓംനിപൊട്ടൻസ്. എല്ലാം അറിയുന്നവന് മാത്രമേ എന്തും ചെയ്യാനുള്ള ശക്തിയുള്ളൂ. സർവജ്ഞത്വമാണ് സർവശക്തിമത്വത്തിന് കാരണം. എല്ലാം അറിയുക എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി പ്രസന്റ് എവരിവെയർ, ഓൾ പെർവേസീവ്, ഓംനി പ്രസന്റ്. അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ എല്ലാറ്റിനെയും അറിയാൻ പറ്റൂ. എല്ലാറ്റിനെയും അറിയുന്ന ഒരുവന് മാത്രമേ എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ആളിനെ മാത്രമേ സർവശക്തൻ എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനായിരിക്കണം. എൻ്റെ പല ചെയ്തികളും അദ്ദേഹം അറിയുന്നില്ല, അദ്ദേഹത്തെ ഞാൻ പറ്റിച്ചു എന്ന് കരുതിയാൽ നിങ്ങളാണ് വാസ്തവത്തിൽ പറ്റിക്കപ്പെടുന്നത്. യു കനോട്ട് ബിഫൂൾ ദ ലോർഡ്. ദൈവത്തെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ പറ്റിച്ചു എന്ന് നിങ്ങൾ കരുതുമ്പോൾ യു ആർ ബിഫൂൾഡ്. സർവദിക്കിലും സർവത്ര സകല ശരീരങ്ങളിലും സകല ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് വർത്തിക്കുന്ന ചൈതന്യ സ്വരൂപനായ ആ ഭഗവാന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. ഈ കാര്യമെങ്കിലും മനസ്സിലാക്കൂ. നമ്മൾ പാപം ചെയ്യില്ല. ദൈവം എല്ലാറ്റിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ ഇരുന്നുകൊണ്ട്? ടെലസ്കോപ്പിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറ്റലൈറ്റിലൂടെയോ മറ്റേതെങ്കിലും ലോകത്തിൽ ഇരുന്നു കൊണ്ടോ അല്ല. ഈ കൊള്ളരുതായ്മ പ്രവർത്തിക്കുന്നവൻ്റെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് ആ കൊള്ളരുതായ്മയെ എതിർക്കാതെ അതിന് സാക്ഷിയായി വർത്തിക്കുന്നു ഈശ്വരൻ. അദ്ദേഹം ഒരു ദുഷ്കർമ്മം ചെയ്യുമ്പോൾ കൈക്ക് കടന്നു പിടിക്കാറില്ല. ഡോണ്ട് ഡു ദിസ്. അത് ദൈവത്തിൻ്റെ പണിയല്ല. നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ വെൽ ഡൺ, സബാഷ്, ഹി നെവർ കൺഗ്രാജുലേറ്റ്സ് എനിബഡി. ഹി ഈസ് ഓൺലി എ വിറ്റ്നസ്. അദ്ദേഹം സാക്ഷി മാത്രനാണ്. പുണ്യം ചെയ്യുന്നവൻ്റെ തോളത്ത് തട്ടി അഭിനന്ദിക്കാറില്ല. പാപം ചെയ്യുന്നവനെ പാപകൃത്യത്തിൽ നിന്ന് വിലക്കാറുമില്ല. ജീവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവന് കിട്ടും. ഈശ്വരൻ്റെ ധർമ്മം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒന്നിലും ഇടപെടുന്നയാളല്ല. ഹീ ഈസ് നോട്ട് എൻ ഇൻ്റർഫിയറർ. ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് അല്പന്മാർക്കുള്ളതാണ്. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, സാക്ഷി മാത്രനാണ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അതാത് ജീവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായ ഫലം നൽകുന്നതും ഈ ഈശ്വരൻ്റെ കർത്തവ്യത്തിൽ പെടും. അദ്ദേഹം ഒന്നും ചെയ്യാറില്ല. പക്ഷേ നല്ലത് ചെയ്തോ?
നിങ്ങൾ സുഖമനുഭവിക്കും. പാപമാണ് ചെയ്തതെങ്കിൽ ദുഃഖിക്കുകയും ചെയ്യും. പാപം ചെയ്തിട്ട് അമ്പലത്തിൽ ചെന്ന് വഴിപാട് കഴിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. പാപത്തിൻ്റെ ബലം ദുഃഖരൂപത്തിൽ അനുഭവിക്കണം എന്നുള്ളത് ഈ ഈശ്വരൻ ഉണ്ടാക്കിയ നിയമമാണ്. അദ്ദേഹം ഉണ്ടാക്കിയ നിയമത്തെ അദ്ദേഹം തന്നെ ലംഘിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഹീ ഈസ് ദ ലോ മേക്കർ. ഹീ ഈസ് നോട്ട് ഗോയിങ് ടു വയലേറ്റ് ഹിസ് ഓൺ ലോസ്. അതുകൊണ്ട് അമ്പലത്തിൽ ചെന്ന് പാലഭിഷേകം അല്ലെങ്കിൽ തേനഭിഷേകം അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് ചെയ്യുന്നത് മുഴുവൻ കൊള്ളരുതായ്മ. കൈക്കൂലി വാങ്ങിച്ച പണം 10 ലക്ഷം കൊണ്ട് തിരുപ്പതി ഭണ്ഡാരത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വെങ്കടാചലപതി രക്ഷിക്കില്ല. അങ്ങനെ ഒരാളാണ് അദ്ദേഹം എന്ന് നിങ്ങൾ കരുതിയാൽ യു ആർ ദ ഗ്രേറ്റസ്റ്റ് ഫൂൾ. അതുകൊണ്ട് ദൈവം മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. പക്ഷേ അദ്ദേഹം പരമകാരുണികനാണ്. അദ്ദേഹത്തെ പോലെ കാരുണ്യം മറ്റാർക്കുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് നമ്മൾ അപേക്ഷിച്ചാൽ അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ അനുഗ്രഹം പോലും നമ്മുടെ പുണ്യമോ പാപമോ അതിൻ്റെ ആ 2 കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ചായിരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം പോലും നമുക്ക് കിട്ടും. പാപികൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുമോ? ഈശ്വരൻ്റെ അനുഗ്രഹം മഴ പോലെയാണ്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം പെയ്ത് ചില പ്രത്യേക വൃക്ഷങ്ങളെയോ സസ്യങ്ങളെയോ മാത്രം ജലം നൽകി അനുഗ്രഹിക്കുന്ന ഒരു സ്വഭാവം മേഘത്തിനില്ല. മേഘം മഴയായി പെയ്യുമ്പോൾ അതിൽ കള്ളിമുള്ളുണ്ടാകും, മറ്റ് മുൾച്ചെടികളുണ്ടാകും. പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങ് അങ്ങനെയുള്ള മരങ്ങളും ഉണ്ടാകും. ജലം എല്ലാ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും തുല്യമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ പാപം ചെയ്താലും ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കും. പക്ഷേ ഇവൻ്റെ പാപം ഒരു കുട പോലെ ആ ഈശ്വരൻ്റെ കാരുണ്യ വർഷം നമ്മുടെ പുറത്ത് പതിക്കാത്ത രീതിയിൽ തടുത്തു നിർത്തും. കോരിച്ചൊരിയുന്ന മഴയത്ത് കുട നിവർത്തി നിൽക്കുന്ന അയാളുടെ പുറത്ത് ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല. മഴ പെയ്യുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ആ വെള്ളം നിങ്ങളുടെ പുറത്ത് വീഴാനുള്ള ഭാഗ്യമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പാപമാണ് ചെയ്തു കൂട്ടിയത്. ആ പാപം ഒരു കുട പോലെ ഈ ഈശ്വര കാരുണ്യത്തെ തടുത്തു നിർത്തും. അതുകൊണ്ട് പാപം ചെയ്യരുത്. അല്ലാതെ മഴ പെയ്യുന്നില്ല എന്ന് വിചാരിക്കരുത്. അരുൾതാ ഇരിക്കുന്നത് പോയി നീർ കുറുക്ക വരാമിരുന്നാ പോലും എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. അരുളില്ലേ ഈശ്വരൻ്റെ കൃപയില്ലല്ലോ, ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? താൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. 3 നേരം ഇല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, കഴിച്ച ഭക്ഷണം ദഹിക്കുന്നുണ്ടല്ലോ, മലമൂത്രങ്ങളായി അവ വിസർജിക്കപ്പെടുന്നുണ്ടല്ലോ, കിടന്ന അല്പം വൈകിട്ടാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. അല്ലാതെ പൊന്നും പൊരുളും ഒന്നും വേണ്ട. തരക്കേടില്ലാത്ത ഒരു ആരോഗ്യമില്ലേ, എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, കാഴ്ച അല്പം മങ്ങിയിട്ടുണ്ടെങ്കിലും കണ്ണട വെച്ചിട്ടെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഹിയറിംഗ് എയ്ഡിൻ്റെ സഹായത്തോടു കൂടിയെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. വേറെന്ത് വേണം? വേറെ എന്താണ് വേണ്ടത്? താജ്മഹലിൽ താമസിക്കണം നിങ്ങൾക്ക്. താജ്മഹലിൽ താമസിച്ച് അല്ലെങ്കിൽ സിംഹാസനത്തിൽ കയറിയിരുന്ന ഒരു ചക്രവർത്തിയെ പോലെ നാട് ഭരിക്കണോ? അതിനുള്ള പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭരിക്കും. എല്ലാം കർമ്മഫലമാണെന്ന്. ഒരാൾക്ക് പല്ലക്കിൽ കയറാൻ ആഗ്രഹം, പക്ഷെ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ആ ദോഷം കാരണം പല്ലക്ക് ചുമക്കാനാണ് തലവിധി. മിനിസ്റ്റർ പോസ്റ്റിൽ ഇരിക്കാൻ ആഗ്രഹം, യോഗം മിനിസ്റ്ററുടെ ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കാനാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഹൂ ഈസ് റെസ്പോൺസിബിൾ? അവനവൻ്റെ തലവിധി.
ഇപ്പം മിനിസ്റ്ററുടെ പദവിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അത് പുണ്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ മിനിസ്റ്ററും മിനിസ്റ്റർ ഡ്രൈവറും രണ്ടുപേരും ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അത് മറക്കണ്ട. ഒരേ വാഹനത്തിലാണ് രണ്ടുപേരും യാത്ര ചെയ്യുന്നത്. മിനിസ്റ്റർ മിനിസ്റ്ററാണ്, ഡ്രൈവർ ഡ്രൈവറാണ്. ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ സർവേശ്വരൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവജ്ഞൻ എന്ന് പറയുന്നത്. തദ്വിദാം തത്വവിദാം ദൃശ, ഈശ്വരനെ സാക്ഷാത്കരിച്ചവർ ഈശ്വരനായി മാറുന്നു. ഒന്നിനെ അറിഞ്ഞാൽ അതായി മാറാൻ പറ്റുമോ? ഇതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്ന സംശയം. ഞാൻ മാമ്പഴത്തെ ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ മാമ്പഴമായി മാറുമോ? മാറില്ല. ഞാൻ മേശയുണ്ടെന്നറിഞ്ഞാൽ ഞാൻ മേശയായി മാറുമോ? മാറില്ല. പക്ഷേ ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞാൽ നിങ്ങൾ ബ്രഹ്മമായി മാറും. അതാണ് ബ്രഹ്മജ്ഞാനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. മറ്റുള്ള അറിവുകൾ ദ്വൈതജ്ഞാനം, ആ ദ്വൈതജ്ഞാനത്തിൽ താനല്ലാത്ത ഒന്നിനെ മാത്രമേ താൻ അറിയുന്നുള്ളൂ. ആത്മജ്ഞാനത്തിൽ അങ്ങനെയല്ല. ആത്മാവിനെ അറിയുന്നവൻ അതായി മാറും. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. എ നോവർ ഓഫ് ബ്രഹ്മൻ ബിക്കംസ് ബ്രഹ്മൻ ഇറ്റ്സെൽഫ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. ഒന്നിനെ അറിഞ്ഞാൽ എങ്ങനെയാണ് അതായി തീരുന്നത്? ഈ അറിയുക എന്നുള്ളത് തന്നെ അത് ഞാനാണ് എന്നാണ് അറിയുന്നത്. അറിയുന്നത് കൊണ്ട് അതാവുകയല്ല. ഈ ട്രൂ നോളജ്, ശരിക്കുള്ള യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഐ ആം ദാറ്റ്, അതാണ് ശരിക്കുള്ള അറിവ്. ഞാൻ അതാണ് എന്ന് സാക്ഷാത്കരിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഞാൻ അതാണ് എന്നുള്ള അനുഭവം ഉണ്ടാകും, അല്ലെങ്കിൽ അയാൾ അതായി മാറും. ഇതിലെന്താണ് ഇത്ര ആശ്ചര്യം? അതുമായി താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണ് എന്നാണ് ഒരാൾ ആത്മജ്ഞാനത്തിലൂടെ അറിയുന്നത്. അപ്പം അയാൾ ആത്മാവല്ലാതെ മറ്റൊന്നാവാൻ പറ്റില്ല. ആത്മാവിനെ തനിക്ക് അന്യമായി വേറിട്ട ഒന്നായി കരുതുന്നവന് ആത്മജ്ഞാനം കിട്ടില്ല. ഞാൻ അതാണ് എന്ന് ആത്മാർത്ഥമായി അംഗീകരിക്കുക, ഭക്തിയോടുകൂടി ആത്മാവിനെ ധ്യാനിക്കുക, അതിനെ മറക്കാതിരിക്കുക. സഹാ ഏവ അഹം, അദ്ദേഹം തന്നെയാണ് ഞാൻ, അദ്ദേഹമാണ് ഞാനായി പ്രകാശിക്കുന്നത്. ഇതാണ് ആത്മജ്ഞാനം. അവിടെ ഞാൻ എന്ന ജീവഭാവം വേറിട്ട് നിൽക്കുന്നില്ല. ഞാൻ എന്നുള്ള ഭാവം ജ്ഞാനികളുടെ ഉള്ളിൽ വ്യവഹാര ദശയിൽ ഉണ്ടെങ്കിലും അത് കള്ളമാണ്. ഈ ഞാൻ എന്നുള്ളത് ഇല്ല. ഞാൻ മാത്രമല്ല, ഒന്നുമില്ല. ബാലകൃഷ്ണ സാർ അതാണ് പറഞ്ഞത്, ഒന്നുമില്ല രമേശ്. പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് തൃപ്തി വരുന്നില്ല. ഞാൻ എപ്പോഴൊക്കെ സാറിനെ നമസ്കരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം മറ്റാരോടും പറയാറില്ല, ഒന്നുമില്ല രമേശ്, നത്തിങ് ഈസ് ദേർ. ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അല്ലാതെ അദ്ദേഹം ശൂന്യവാദി ആയതുകൊണ്ടല്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ദർ ഇസ് നത്തിങ് എന്നല്ല. നത്തിങ് എക്സെപ്റ്റ് ബ്രഹ്മൻ എക്സിസ്റ്റ്. ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ്. ഇത് ആവർത്തിച്ച് ഞാനിതിനെ ഒരു വെറും വാക്കായിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് സാറിൽ നിന്ന് കിട്ടിയ മന്ത്രോപദേശമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മറ്റാരോടും പറയുന്നില്ല. എത്രയോ ആൾക്കാർ സാറിനെ പ്രണമിക്കുന്നുണ്ട്, അവരോടൊന്നും പറയുന്നില്ല. സാധാരണ ആരെങ്കിലുമൊക്കെ നമസ്കരിക്കുമ്പോൾ സാറ് പറയുന്നത് ശിവ 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 ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ നമസ്കരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒന്നുമില്ല രമേശ്, വേറെ എന്ത് ഉപദേശം എനിക്ക് വേണം സാറിൽ നിന്ന്? ഇതിനേക്കാളും വലിയ ഒരു ജ്ഞാനോപദേശമുണ്ടോ? ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല. സർവം ഖൽവിദം ബ്രഹ്മ, എല്ലാം ആത്മമയം, സർവം ബ്രഹ്മമയം, രേ സർവം ബ്രഹ്മമയം. സദാശിവ ബ്രഹ്മേന്ദ്രയുടെ ഒരു കീർത്തനമാണ്.
എല്ലാം ബ്രഹ്മം തന്നെ, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. കിം വചനീയം കിം അവചനീയം, കിം കരണീയം കിം അകരണീയം. എന്ത് പറയാൻ എന്ത് പറയാതിരിക്കാൻ, എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാതിരിക്കാൻ, എന്തിനെ ഭജിക്കാൻ എന്തിനെ ഭജിക്കാതിരിക്കാൻ, ഭജനത്തിൽ നിന്ന് എന്തിനെയാണ് ഒഴിവാക്കാൻ, എല്ലാം അത് തന്നെ. അപ്പോൾ എന്താ, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ബ്രഹ്മം.